ആദിമാൻ കുട്ടി മകനും കൂടി കാവലും തുടങ്ങുമ്പോൾ ഉണ്ണിത്തമ്പുരാൻ പറഞ്ഞു, അല്ലയോ എന്നെ കുട്ടിച്ചാത്തന്മാരെ, ആനമാതിൽ പുറപ്പെടു വാദിക്കൽ നിന്ന് മാറിന്നാൽ ഞാൻ അകത്തിരിക്കുന്നു അങ്ങമ്പിള്ള വികടാവനെ കാണട്ടെ എന്നതിനെ കേൾക്കുമ്പോൾ നേരത്തിങ്കിൽ ആദിമാൻകുട്ടി മകൻ പറഞ്ഞു, അല്ലയോ എന്റെ മുസ്തൂരുണ്ണി തമ്പുരാനെ, അകത്തിൽ അവകാശാലയിലേക്ക് ആരെയും കടത്തിവിടുന്നതല്ല. പട്ടേര് തമ്പുരാൻ വടക്കണഞ്ഞ മാമാങ്കം പൂരം പുതുമ കാണുവാൻ വഴി പുറപ്പെട്ടു പോയിരിക്കുകയാണല്ലോ. ആയിരേ പറഞ്ഞു രണ്ടുപേരും തർക്കം മൂത്ത് വിഷയമാകുന്ന കാലത്തിങ്കിൽ കുട്ടിചാത്തന്മാരും മുത്തൂരിന് തമ്പുരാനും തമ്മിൽ തർക്കം മൂത്തവർ തമ്മിൽ അടിപിടിയാകുന്നല്ലോ. ഉണ്ണിത്തമ്പുരാന്റെ പിങ്കടത്തിൽ പിടിച്ചു 5-10 ഇളവ് തള്ളുന്നു. തമ്പുരാൻ മുട്ടും കുത്തി വീടും മുളങ്കാൽ പൊട്ടി വായിൽ നിന്ന് പല്ലടന്ന് വിടുന്നു. ചോര തുപ്പുന്ന കാലത്തിങ്കിൽ ഉണ്ണിത്തമ്പുരാനായിരിക്കുന്നല്ലോ വേഗം തന്നെ മറ്റത്തൂരമ്മ ശ്രീഭദ്രകാളിയുടെ തിരുനടയുണക്കി എഴുന്നള്ളി വഴിയാൽ പോരുമ്പോൾ മറ്റത്തൂരമ്മ ശ്രീഭദ്രകാളിയുടെ തിരുനടയിൽ ചെന്ന് പറഞ്ഞല്ലയോ എന്റെ ഭദ്രകാളി മകളെ, അന്നേരത്തിങ്കലായിരിക്കുന്ന ആരോഗ്യം സിംഗപ്പൂർ പിടികളെ കിടന്ന് മുറ്റത്തല്ലി പുലവലർക്കാവോട് ചെന്ന് മറഞ്ഞു നോക്കുന്ന ഒരു കാലത്ത് ഓമന കുട്ടി മകനെ കണ്ടറിയുന്ന ഒരു കാലത്ത് മറ്റത്തു ശ്രീയമ്മ ഭദ്രകാളി മകളായിരിക്കുന്നല്ലോ. ഓമന കുട്ടി മകനോട് പൂർവ്വക്കാലത്തിൽ ഏർപ്പെടുവാൻ നീരെടുക്കുന്ന ഒരു കാലത്ത് അവനായിരിക്കുന്നല്ലോ കുറഞ്ഞുള്ളൊരു പൂർവ്വക്കാലത്തിൽ ഏർപ്പെടുന്ന ഒരു കാലത്ത് യുദ്ധങ്ങൾ ഏറി കഴിഞ്ഞു. അന്നേരം തിങ്കളവരായിരിക്കുന്നുള്ള പടവെട്ടി വഴിയാല വഴി പോകുന്ന ഒരു കാലത്ത് ചെടിയമ്പാടത്തോടെ വഴി ചെല്ലുന്നു ഒരു കാലത്ത് ഓമന കുട്ടി മകനായിരിക്കുന്നല്ലോ മറ്റത്തു ശ്രീയമ്മ ഭദ്രാളി മകനോട് പുറവക്കണത്തിലേർപ്പെടുന്നത്. ഭദ്രകാളി മകൾ അവളായിരിക്കുന്നല്ലോ 10 കുട്ടിച്ചാത്തന്മാർ ശിരസെടുത്തു. അങ്ങനെ നിൽക്കുന്ന നേരത്തെങ്കിൽ ആദ്യമാൻ കുട്ടിയവനായിരിക്കുന്ന ഭദ്രകാളി മകളെ ചെളിയാൻ കാടത്തുനിന്ന് മേൽ കണ്ടത്തിൽ നിന്ന് കീഴണ്ടത്തിലേക്ക് തേക്കേറി ദേവിക്കുമ്പോൾ ഭദ്രകാളി മകൾ പറഞ്ഞു, അല്ലയോ എന്റെ ആദ്യമാൻ മകനെ, നീയായിരിക്കുന്നല്ലോ. നമ്മൾ രണ്ടുപേരും ഒരു അച്ഛന്റെ മക്കളാണെന്ന് തോന്നുന്നല്ലോ. ശക്തിയിൽ ശക്തൻ നീയാണല്ലോ എന്നതിനെ കേൾക്കുമ്പോൾ ഞാനായിരിക്കുന്നു ശ്രീ പരമേശ്വര നല്ലച്ഛന്റെ മകനായ ആദിമാൻ കുട്ടിയ മകൻ ഞാനാണല്ലോ എന്നതിനെ കേൾക്കുന്ന കാലത്ത് ശ്രീഭദ്രകാളി മകൻ നല്ലച്ഛന്റെ തിരുമൂന്നാം തൃക്കണ്ണിൽ നിന്ന് പൊട്ടിപ്പിറന്ന വളങ്ക് പോലെ ജനനം ചെയ്ത ശ്രീഭദ്രകാളി മകൻ ഞാനാണല്ലോ എന്നതിനെ കേൾക്കുമ്പോൾ ഇരുപേരും സഖ്യത്തിലാകുന്നു. അന്നേരത്ത് ഭദ്രകാളി മകൾ പറഞ്ഞു, അല്ലയോ എന്റെ ആദിമാൻ കുട്ടി മകനെ, ശരിയുള്ളിടത്ത് ഇനി ചൊവ്വയും ഉണ്ടായിരിക്കുമട എന്നതിനാൽ വാഴിച്ചു വരാൻ കൊടുത്തു.
അക്കാലത്തിങ്കലായിരിക്കുന്നല്ലോ. അന്നേരത്തിങ്കിൽ ആദിമാൻകരും കുട്ടിയും മകനും പറഞ്ഞമായവരുടെ ജ്യേഷ്ഠ ജനന്മാരെ വേഗം തുരിതന്ത്രിക്കണം എന്നതിനെ കേൾക്കുമ്പോൾ ഭദ്രകാളികൾ 10 ചാത്തന്മാരെ തോറ്റി കൊടുക്കുന്ന കാലത്തിങ്കിൽ അന്നേരത്തിങ്കലായിരിക്കുന്നല്ലോ. അന്നേരത്തിങ്കിൽ ആദിമാൻകരും കുട്ടിമകനും ശ്രീഭദ്രകാളി മകളുടെ പള്ളിവാളും പാടകമണി ചിലമ്പം തോറ്റി കൊടുത്തു. അവരായിരിക്കും സഖ്യത്തിലാകും ശ്രീഭദ്രകാളി മകളായിരിക്കുന്നല്ലോ. മറ്റത്തൂരിലും നോക്കി അങ്ങ് കുടികൊള്ളുന്ന കാലത്ത് അക്കാലത്തിങ്കലായിരിക്കുന്നല്ലോ. പട്ടേരമ്പരാൻ കാളാമണി പല്ലക്ക് കാളാമണിയുടെ നാദങ്ങളൊക്കെ പുറപ്പെടുവിച്ചുകൊണ്ട് കട്ടേ തമ്പുരാനായിരിക്കുന്നല്ലോ. കാട്ടുമാടത്തോടിരുന്നുള്ളുമ്പോൾ മായപ്പെട്ട് കുട്ടിയാത്തന്മാർ പെട്ട് തമ്പുരാനെ വേണ്ടിച്ച് ഭയപ്പെട്ടു അവിടെയും ഇവിടെയും തൂണിന്റെ മറയിലും പോയി ചമഞ്ഞൊളിഞ്ഞിരിക്കുന്ന നേരത്തിങ്കലായിരിക്കുന്നല്ലോ. പട്ടേരി തമ്പുരാൻ ഓരോരമായ കുട്ടിച്ചാത്തന്മാർ നോക്കുമ്പോ കാവൽ നിർത്തിയ ചാത്തന്മാരെ കാണാന് പട്ടേരി തമ്പുരാനായിരിക്കുന്നു. ഓരോരോ ചാത്തന്മാർ ദേഷ്യപ്പെട്ട് അന്നേരത്തിങ്കിൽ 300 പന്തലകത്തുന്ന ബന്ധളത്തിൽ വന്നല്ലോ. ചെമ്പ് ചേർച്ചലേക്ക് വെച്ചു 10 കുട്ടി ചാത്തന്മാർ ചെമ്പിലിട്ട് ചുട്ടു അരിക്കുന്നല്ലോ. 4:45 നാഴിക നേരം ചാത്തന്മാരെയും ആദ്യം ആൺകുട്ടിയും മകനെയും ചെമ്പിലിട്ട് കരിക്കുന്ന നേരത്തിങ്കിൽ അവരായിരിക്കുന്നു കത്തിക്കരഞ്ഞു വെന്ത് പോയിട്ടുണ്ടാകും എന്നതിനാലെന്ത് ചെമ്പ് ചേർത്തിലേക്കിന്റെ മൂടിക തുറന്നു നോക്കുന്ന കാലത്തിങ്കിൽ 10 കുട്ടി ചാത്തന്മാരൊന്നായി അങ്ങ് ചേർന്നു. ആദ്യമാൻ കൊച്ചിൻകുട്ടി മകനായി അങ്ങ് പിറന്നു വീഴുമ്പോൾ വെള്ളക്കാണവന്റെ പുറത്ത് മകന്റെ ഇരുപ്പിനെ കാണുമ്പോൾ തമ്പുരാനും പറഞ്ഞു അറിവില്ലായ്മ കേടുപുറക്കണം എന്നതിനെ കേൾക്കുമ്പോൾ ആദ്യമാൻ കുട്ടി മകൻ പറഞ്ഞു ഇനി ഞാനിവിടെ നിന്ന് അരുട്ടും തന്നെ ശരിയിടകല്ല എന്നതിലേക്കിട്ട് തമ്പുരാൻ പറഞ്ഞല്ലയോ എന്റെ ആദിമാൻ കുട്ടിമകനെ നീ ഇവിടെ നിന്ന് പോയാൽ എന്റെ വരവ് ചെലവ് കണക്കുകളൊക്കെ മുടങ്ങി പോകണം മകനെ എന്നതിനാൽ കേൾക്കുമ്പോൾ അന്തേരത്തിങ്കിൽ ആദിമാൻ കുട്ടിയെ മകൻ പറഞ്ഞു അല്ലയോ എന്റെ പട്ടേൽ തമ്പുരാനെ എന്നെ ആയിരിക്കുന്നത് കാട്ടുമാണം മനവട്ടാരത്തിങ്കിൽ വാദ്യാമ്പുറത്ത് കൊണ്ടുകൂടി വെച്ചു എന്ന് വന്നാല് വിളിച്ചാവളി പുറത്ത് ചുട്ടിച്ചാഞ്ഞടി പുറത്ത് ഞാനും കാവലായി നിൽക്കുന്നുണ്ട് എന്നതിനാൽ വാഴിച്ചു വരം കൊടുത്തു. അന്നേരത്തിങ്ങൾ പട്ടേരി തമ്പുരാൻ ആദ്യ കുട്ടിയെ മകനൊരു നാമകരണം ചെയ്തു. ചെമ്പിലിട്ട് കത്തിച്ചു കരിഞ്ഞ മകനെ കരിങ്കുട്ടി 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 എന്നിങ്ങനെ 3 പേരും പേരും കൂട്ടി ആദിമാൻ കരിങ്കുട്ടി എന്നും പേര് വിളിച്ചു. അന്നേരത്തിങ്കിൽ ആദിമാൻ കരിങ്കുട്ടി അവൻ വേഗം തന്റെ വെള്ളക്കാള തന്റെ പുറം കയറി അവിടെ നിന്നുമായിരിക്കുന്ന വഴിയാല വഴി പുറപ്പെട്ടു പോരുന്ന കാലത്തിങ്കൽ അപ്പോൾ ജാതിയാണെങ്കിലോ പറയാൻ കുട്ടി എന്ത് പറഞ്ഞല്ലോ കരിങ്കുട്ടി എന്നാലോ നീ എന്നോട് കൂടെയാണ് വഴി പോന്നുള്ള കുട്ടിയെ തിരുപ്പള്ളി നന്നായിട്ട് പടവീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വഴി പോകുന്നു. പടവീട് നോക്കി വഴിയാതെ വഴി പോരുന്നു. കരകുട്ടി മകനോട് നാം കേൾക്കുന്നുണ്ട് പുള്ളി തന്നായതേ പുള്ളി തന്നായതേ പടവീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വഴി പോരുമ്പോ ആടുമാട് നല്ല പൈതങ്ങളെ കൊണ്ട് തൊഴുമുള്ള വളരുന്നുണ്ട്. ആടുമാടുകളെ
ചെക്കഞ്ചേന്ന ചെറുപറയാനാണ് പറയപ്പോഴൊരുങ്ങുന്നു പന്തല്ലോ ദേശത്തെ ചക്കഞ്ചേന ചെറുപറയിൽ ഒത്തിടിയെന്ന നല്ല പെരുമ്പറച്ചീവുണ്ട് ആ വഴി വരുമ്പോഴോ ഓമന കുട്ടി നല്ല കരികൊട്ടി മകനെ കണ്ടറിയുമ്പോഴാണ് ഒത്തിടി എന്നുള്ള പെരുമ്പാച്ചി എന്ന് ചോദിച്ചു കാണുന്നുണ്ട് ചെറുപിള്ളിനായ വീട്ടിലോ മഴ കുട്ടി മലയെ കണ്ടറിഞ്ഞ നേരത്തല്ലേ ഒത്തിടി എന്തിനാ നല്ല പെരുമ്പറച്ചീവുണ്ട് ചോദിച്ചു കാണുന്നുണ്ട് അപ്പാനുണ്ടോടാ അമ്മായുണ്ടോടാ കുറ്റവരാരെങ്കിലും ഉണ്ടോ ജാതി നീ ആരെന്ന് ചോദിച്ചു കാണുന്നു പുത്തടി വരും പറച്ചിയേ